അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുതുബി 63. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف الكتاب وللكتب وشراح الكتب ولمصنف هذا الكتاب ولشارح هذا الكتاب. اللهم زدنا علما نافعا وانفعنا بعلومنا في الدارين. قطبي قال: والدال بالمطابقة إن قصد بجزئه الدلالة ولا جزء معناه فهو المركب كرام الإجارة وإلا فهو المفرد. والدال بالمطابقة മുതാബക്കത്ത് കൊണ്ട് അറിയിക്കുന്നതായ ഒരു ലഫ്ള്, മുതാബക്ക് കൊണ്ട് അറിയിക്കുന്നതായ ഒരു ലഫ്ള്, അതായത് മുതഖിയായ ദലാലത്തുള്ള ഒരു ലഫ്ള്. ഇപ്പൊ ഇൻസാന് ഹൈവാനാത്തിന്റെ മേലെ അറിയിക്കുക. അപ്പൊ ആ ഇൻസാൻ ഹൈവാനാത്തിന്റെ മേലെ അറിയിക്കുക എന്ന് പറയുമ്പോൾ അത് മുതാബക്കയായ രൂപത്തിലുള്ളതായ ദാലാണ് ഇൻസാന്. അപ്പം ഇൻകുസില ഉദ്ദേശിക്കപ്പെട്ടാൽ ബിജുസിഹി ആ ദാലിന്റെ ജുസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു. അദ്ദലാലത്തു അറിയിക്കൽ ഉദ്ദേശിക്കപ്പെട്ടു. അലാ ജുസി മഅനാഹു മഅനാന്റെ ജുസിയിൽ അറിയിക്കൽ എന്ത് ചെയ്ത് ഉദ്ദേശിക്കപ്പെട്ടു. മുതാബക്കിയായിട്ട് അറിയിക്കുന്ന ഒരു ലഫ്ള് ആ ലഫ്ളിന്റെ ജുസ് കൊണ്ട് ആ ലഫ്ളിന്റെ മഅനാന്റെ ജുസിന്റെ മേൽ അറിയിക്കൽ ഉദ്ദേശിക്കപ്പെട്ടാൽ ഫഹുവൽ മുറക്കബ്, അപ്പൊ അതിനെ സംബന്ധിച്ച് മുറക്കബ് എന്ന് പറയും. എപ്രകാരം? റാമിൽ ഹിജാറത്ത്, റാമിൽ ഹിജാറത്ത് എന്ന് പറയുമ്പോൾ, റാമിൽ ഹിജാറത്ത് എന്ന് പറഞ്ഞാൽ കല്ല് എറിയുന്ന, അവിടെ ലഫ്ള് ഏതാണ്? റാമിൽ ഹിജാറത്ത്. പിന്നെ മഅന ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസാൻ ഹൈവാനാത്തിക്കിന്റെ അറിയിക്കുക എന്നുള്ളത് ഇവിടെ സൂട്ടബിൾ ആവില്ല. റാമിൽ ഹിജാറത്ത് അത് മുറക്കബ് സാധാരണ പറയില്ലേ. റാമിൽ ഹിജാറത്തി, റാമിൽ ഹിജാറത്ത് പോലെ കല്ലെറിയുന്നവൻ. അപ്പൊ റാമിൽ ഹിജാറത്ത് എന്നുള്ള ലഫ്ള, അതിന്റെ മാന ഏതാണ്? കല്ല് എറിയുന്നവൻ. ഇവിടെ ഇപ്പൊ റാമിൽ ഹിജാറത്തിന്റെ ഒരു ലഫ്ള, ഒരു ജുസാണ് ഏത്? റാമി. മറ്റൊരു ജുസാണ് ഹിജാറത്ത്. മാനയാണ് ഏത്? കല്ല് എറിയുന്നവൻ. അപ്പൊ കല്ലിന്റെ മേലിൽ ഹിജാറത്ത് അറിയിച്ചു, എറിയുന്നവന്റെ മേലിൽ റാമി അറിയിച്ചു. അപ്പൊ ലഫ്ളിന്റെ ജുസ് മഅനാന്റെ ജുസിന്റെ മേൽ അറിയിച്ചു. അപ്പൊ അതിന് മുറക്കബ് എന്ന് പറയും. വയില്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ, എങ്ങനെയല്ലെങ്കിൽ ഒരു ലഫ്ളിന്റെ ജുസ് ആ മഅനാന്റെ ജുസിന്റെ മേൽ അറിയിക്കുന്നില്ല എങ്കിൽ ഫഹുവൽ മുഫ്റദ്, അപ്പൊ അതിനെ സംബന്ധിച്ച് മുഫ്റദ് എന്ന് പറയപ്പെടും. അഖൂലു, നമുക്ക് പറയാൻ പോകാം, ഞാൻ പറയുന്നു. അല്ലഫ്ളു ഒരു ലഫ്ള്, അദ്ദാലു അറിയിക്കുന്ന ഒരു ലഫ്ള്, അലൽ മഅന ഒരു മഅനാന്റെ മേലിൽ അറിയിക്കുന്ന ലഫ്ള്, ബിൽ മുതാബഖത്ത് മുതാബഖത്ത് കൊണ്ട് അറിയിക്കുന്നതായ ഒരു ലഫ്ള്. ഇൻകുസിദ ഇമ്മ അൻ യുഖ്സദ ഒരു പക്ഷേ ഉദ്ദേശിക്കപ്പെടാം, ബിജുസിഇൻ മിൻഹു ആ ലഫ്ളിൽ നിന്നുള്ള ജുസ് കൊണ്ട്, അദ്ദലാലത്തു അലാ ജുസിഇ മഅനാഹു ആ ലഫ്ളിന്റെ മഅനാന്റെ ജുസിന്റെ മേൽ അറിയിക്കൽ ഉദ്ദേശിക്കപ്പെടാം. അല്ലെങ്കിൽ ഔ ലാ യുഖ്സദ അല്ലെങ്കിൽ ഉദ്ദേശിക്കപ്പെടാതിരിക്കാം. എങ്കിൽ ഫൈൻ ഖുസിദ ബിജുസിഇൻ മിൻഹു ഒരു ലഫ്ളിന്റെ ജുസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു. എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത്? അദ്ദലാലത്തു അലാ ജുസിഇ മഅനാഹു
മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കലിനെ ഉദ്ദേശിക്കപ്പെട്ടാൽ അപ്പൊ അതിലേക്ക് പൗവൽ മുറക്കബ്. അപ്പൊ അതിനെ സംബന്ധിച്ച് മുറക്കബ് എന്ന് എന്ത് ചെയ്യും? പേര് പറയപ്പെടും. മുറക്കബ്, അതേപോലെ കൗല്, അതേപോലെ മുഅല്ലഫ്, ഇതൊക്കെ സത്യത്തിൽ പറഞ്ഞാല് ഇതൊക്കെ മുത്തഹിദായ മാനയിൽ മുത്തഹിദായ ലഫ്ളാണ്. പിന്നെ ചില്ലറ ഫർക്കുകളുണ്ട് എന്ന് മാത്രം, ചെറിയ ഫർക്കുകളുണ്ട് എന്ന് മാത്രം. അത് ആമിഷ് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിലേക്ക് കടന്ന സമയം പോയി. അപ്പൊ ഫൗവൽ മുറക്കബ്, അപ്പൊ അത് മുറക്കബാണ്. ഏതുപോലെയൊക്കെ റാമിൽ ഹിജാറത്ത് എന്നുള്ള ലഫ്ള് പോലെ ഫൈനർ റാമിയ, തീർച്ചയായിട്ടും ഈ റാമിയ എന്ന് പറഞ്ഞ ലഫ്ള് മഖ്സൂദ് മിൻഹു, അത് മഖ്സൂദ് മിൻഹു ആ റാമിൽ നിന്ന് ഉദ്ദേശിക്കപ്പെട്ടതാണ്. എന്ത്? അദ്ദലാലത്തു അലാ റമ്മി, റമ്മിന്റെ മേൽ അറിയിക്കൽ. എങ്ങനത്തെ റമ്മിയാണ്? മൻസൂബിൻ ഇലാ മൗദൂഇൻ ഏതെങ്കിലും മൗദൂയിലേക്ക് ചേർക്കപ്പെട്ടതായ. കാരണം എറിയ എന്ന് പറയുമ്പോൾ വെറുതെ എറിയില്ല, എറിയുമ്പോ എന്തെങ്കിലും ഒന്നിന്റെ മേലിൽ ചേർത്തിട്ടല്ലേ എറിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇതാ മൗദൂഇൻ ഏതെങ്കിലും ഒരു മൗദൂയിലേക്ക് ചേർക്കപ്പെട്ടതാവും എങ്കിൽ വൽ ഹിജാറത്താവുന്നത് മഖ്സൂദും മിൻഹു, ഈ ഹിജാറത്തിൽ നിന്ന് ഉദ്ദേശിക്കപ്പെട്ടതാണ്. എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത്? അദ്ദലാലത്തു, അറിയിക്കൽ. അത് ഹിജാറത്തിൽ എന്ന ലഫ്ള്, ആ ലഫ്ളിൽ നിന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? അദ്ദലാലത്തു ജിസ്മിൽ മുഅയ്യനി, മുഅയ്യനായ ഒരു ജിസ്മിന്റെ മേലിൽ അറിയിക്കൽ. മുഅയ്യനായ ജിസ്മിന്റെ മേലിൽ അറിയിക്കൽ. അവിടെ ചുരുക്കി പറഞ്ഞപ്പോ എന്തായി? ഒന്ന് റമ്മിന്റെ മേലിൽ അറിയിക്കലും, മറ്റൊന്ന് മുഅയ്യനായ ജിസ്മിന്റെ മേലിൽ അറിയിക്കലും. ഇതാണ് രണ്ട് മാന. എങ്കിലും മജ്മൂഉൽ മാനയൈനി, ഈ പറയപ്പെട്ട രണ്ട് മാനയും കൂടെ, ഈ രണ്ട് മാനയും ഒന്നിച്ച്, അതായത് ഈ മജ്മൂഉൽ മാനയൈനി, അതായത് മാന റാമിൽ ഹിജാറത്ത്, അതിന്റെ ഉദ്ദേശം ഏതാണ്? കല്ലിനെ എറിയ എന്നുള്ള മാന. അതാണല്ലോ രണ്ട് മാനയും കൂടിയ മജ്മൂഅ്. ഒരു മാന മുഅയ്യനായ ജിസ്മാണ്, മറ്റൊന്ന് പിന്നെ മൗദൂഇന്മയിലേക്ക് ചേർക്കപ്പെടുന്ന റമ്മിയാണ്. അവ രണ്ടും കൂടിയതിന്റെ മാന ഏതാണ്? അതായത് കല്ലിനെ എറിയുന്നവൻ എന്നുള്ളത് അല്ലെ? എങ്കിൽ ഫലാബുദ്ദ, അപ്പൊ അത്യാവശ്യമാകും. അയ്യകൂന ലിൽ ലഫ്ളി, ഒരു ലഫ്ളിന് കൊണ്ടാവല് ജുസുൻ, ഇവിടെ ലഫ്ളിന് ജുസു വേണം. അതേപോലെ വയകൂന ലി ജുസീഹി, അതായത് ആ ലഫ്ളിന്റെ ജുസീന് ഉണ്ടാവണം. ദലാലത്തുൻ അലാ മാന, മാനാന്റെ മേൽ അറിയിക്കണം. അപ്പൊ ലഫ്ളിനക്ക് ഇവിടെ ജുസുവും വേണം. ഈ പറഞ്ഞത് ഇവിടെ പിന്നെ യോജിച്ച് വരണമെങ്കിൽ ലഫ്ളിനക്ക് ആദ്യം ജുസു വേണം. അതോടുകൂടി ആ ലഫ്ളിന്റെ ജുസീനക്ക് എന്തും വേണം? മാനാന്റെ അറിയിക്കലും വേണം. അത് ദലാലത്തുൻ അലാ മാനൻ, മാനാന്റെ മേൽ അറിയിക്കലും വേണം. അത് മാത്രം പോലെ പിന്നെ എന്തും കൂടി വേണം? വയ്യക്കൂന ദാലിക്കൽ മാന, ആ അറിയിക്കപ്പെടുന്ന മാനയാവുകയും വേണം. ജുസിയൽ മാനൽ മഖ്സൂദി മിനൽ ലഫ്ളി, ലഫ്ളിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്ന മാനാന്റെ ജുസ്, ലഫ്ളിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്ന മാന, ആ മാനാന്റെ എന്തായി വരണം? ജുസിയായി വരണം. അവിടെ മൂന്ന് കാര്യം അപ്പൊ പറഞ്ഞു. ഒന്നെന്താ? ലഫ്ളിനക്ക് ജുസ് വേണം. രണ്ടാമത്തത് ആ ജുസീനക്ക് മാനാന്റെ മേൽ അറിയിക്കണം. മൂന്നാമത്തത് ആ മാന ഏതായിരിക്കണം? മാന ഉണ്ടാവുമല്ലോ, ഏത് മാനാന്റെ മേൽ അറിയിക്കും ഒരു മാന ഉണ്ടാവും, മതിലുലയ മാന. ആ മാന ഏതായിരിക്കണം? ആ ലഫ്ളിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന മാനാന്റെ ജുസ് ആയിരിക്കണം. അപ്പൊ മൂന്നായില്ലേ? ഇനി അത് മാത്രം വരഞ്ഞുണ്ട്. വയ്യക്കൂന ദലാലത്ത് ജുസിഇൽ ലഫ്ളി, അതോടുകൂടി ലഫ്ളിന്റെ ജുസ് അറിയിക്കല് ആവണം. എന്തിന്റെ മേൽ അറിയിക്കുക? അലാ ജുസിഇൽ മാനൽ മഖ്സൂദി, മഖ്സൂദായ മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കലാവണം. മഖ്സൂദൻ, ഉദ്ദേശിക്കപ്പെട്ടതാവണം.
അപ്പൊ ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ ഇവരെ സമ്മേളിക്കണം. അപ്പയേ ഏതുണ്ടാവുള്ളൂ, നമ്മളിപ്പോ ഈ പറയപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുള്ളൂ. ശരി. അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് യഹ്റുജു അനിൽ ഹജ്ജി, ഇവിടെ പറഞ്ഞ താരീഫിനെ തൊട്ട് എന്ത് ചെയ്യും, പുറപ്പെടും. ഇവിടെ പറഞ്ഞ താരീഫിനെ തൊട്ട് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞിട്ട് മുതാബക്കിയ ദലാലത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. മുതാബക്കിയായ ദാല്, മുതാബക്കിയായത് അറിയിക്കുന്ന അല്ല, ഈ മുറക്കബിനിക്ക് നമ്മൾ താരീഫ് പറഞ്ഞില്ല. മുറക്കബിനിക്ക് താരീഫ് ലഫ്ദിന്റെ ജുസ് മാനാ ജുസിന്റെ മേലെ അറിയിക്കുക. അപ്പൊ അതിന് മുറക്കബ് എന്നും പറയും. അറിയിക്കാതിരുന്നാല് പിന്നെ മുഫ്റദ് എന്നും പറയുന്ന അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് യഖ്റുജു ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ 4 കാര്യം ഇവിടെ വേണമെന്ന് സാരി പറഞ്ഞില്ല. ഈ പറഞ്ഞത് അടിസ്ഥാനത്തിൽ യഖ്റുജു പുറപ്പെടും. അനിൽ ഹജ്ജി ഇവിടെ പറയപ്പെട്ട താരീഫെ തൊട്ട് പുറപ്പെടും. ഒരു ലഫ്ദ് പുറപ്പെടും. എങ്ങനെ ലഫ്ദാണ്? ലാ യകൂനു ലഹു, ആ ലഫ്ദിനക്ക് ഉണ്ടാവുകയില്ല ജുസുവൻ, ജുസ് ഉണ്ടാവൂല, അസ്ലൻ തീരെ. അപ്പൊ ലഫ്ദിനക്ക് ജുസ് തന്നെ ഉണ്ടാവൂല. പിന്നെ എങ്ങനെ മാനാ ജുസിനെ മേലെ അറിയിക്കുക? ഏതുപോലെ ഹംസത്തിൽ ഇസ്തിഫാമി, ഇസ്തിഫാമിന്റെ ഹംസ പോലെ. ഇസ്തിഫാമിന്റെ ഹംസ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തീരെ എന്തില്ല, ലഫ്ദിനക്ക് ജുസ് ഇല്ല. ഇസ്തിഫാമിന്റെ ഒരൊറ്റ ഹർഫല്ലേ? അതെ. അതേപോലെ തന്നെ അപ്പം നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അത് നീ പെടൂല. നമ്മളിപ്പോ ഈ പറഞ്ഞ മുറക്കബിന് പെടൂലാന്ന്. മുറക്കബ് അവ ഇസ്തിഫാമിന്റെ ഹംസനെ പറ്റി മുറക്കബ് എന്ന് പറയാൻ പറ്റൂല. അതേപോലെ ഒമ ഒരു കെലിമത്ത് ഒരു ലഫ്ദും പുറപ്പെട്ടു. യകൂന് ലഹു അതിനൊണ്ട് ജുസ് ഉണ്ട്. പക്ഷെ ലാക്കില്ല ദലാലത്ത ലഹു, ആ ലഫ്ദിന് ഒരു അറിയിക്കലില്ല അലാ മാനൻ, ഒരു മാനാന്റെ മേൽ. എന്തായില്ല, അവര് മാനാന്റെ മേൽ എന്തില്ല അറിയിക്കില്ല. അപ്പൊ ലഫ്ദിനക്ക് ജുസ് ഉണ്ട്, പക്ഷെ ആ ജുസീനിക്ക് എന്തില്ല, ഒരു മാനാന്റെ മേൽ അറിയിക്കല് വരുന്നില്ല. ഉദാഹരണം പറയാം, സെയ്ദ് പോലെ. സെയ്ദ് ലഫ്ദിനക്ക് ജുസ് ഉണ്ട്, പക്ഷെ ആ ലഫ്ദിന്റെ ജുസ് മാനാ ജുസിന്റെ മേൽ അറിയിക്കൂല. കാരണം സെയ്ദിന്റെ മുസ്ലിം അപ്പൊ സെയ്ദിന്റെ സെയ്ദിലുള്ള ആള് സെയ്ദിന്റെ കണ്ണിന്റെ മേലിൽ അറിയിക്കുക, ഇയാള് മൂക്കിന്റെ മേലെ അറിയിക്കുക. അങ്ങനെ പറയുമ്പോ അങ്ങനെ പറയപ്പെടുവോ? പറയപ്പെടില്ല. അപ്പൊ ഇതും ഏതാവൂല, നമ്മൾ പല മുറക്കബിന്റെ കൂട്ടത്തില് പെടൂല. വമ ഒരു ലഫ്ദും പുറപ്പെട്ടു. എങ്ങനെ ലഫ്ദാണ്? യകൂനു ലഹു ജുസുവൻ, അതിനൊക്കെ ജുസ് ഉണ്ടാവും. പക്ഷെ എങ്ങനത്തെ ജുസ് ആണ്? ദാലുൻ അറിയിക്കുന്നതായ, അല്ലൽ മാന, മാനാന്റെ മേൽ. അവന് മാനാന്റെ മേൽ അറിയിക്കുന്ന ജുസുവൊക്കെ ഉണ്ടാവും. പക്ഷേ ലാക്കിൻ ദാലിക്കൽ മാന, എങ്കിലും ആ മാന ലാ യകൂനു അത് ആവുകയില്ല ജുസ് അൽ മാനൽ മഖ്സൂദ്, മഖ്സൂദായ മാനാന്റെ ജുസ്. നമ്മൾ റാബിൽ ഇജാറത്ത് അവിടെ പറഞ്ഞ പോലെ മഖ്സൂദായ മാനാന്റെ ജുസ് ആയിട്ട് എന്ത് ചെയ്യൂല, വരൂല. ഏതുപോലെ അബ്ദുള്ള, അബ്ദുള്ള അലമായ അബ്ദുള്ള, അവൻ മുഷഖസായി. അബ്ദുള്ള അലമാവുമ്പോ മുഷഖസായി. അപ്പൊ അള്ളാന്റെ അടിമ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഈ അബ്ദുള്ള അബ്ദുള്ള എന്ന് പറഞ്ഞെങ്കിൽ ലഫ്ദിനക്ക് ജുസ് ഉണ്ട്, ലഫ്ദിനക്ക് ജുസ് ഉണ്ട്. പിന്നെ മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കല് മഖ്സൂദില്ല. കാരണം മഖ്സൂദില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അള്ളാന്റെ അടിമ എന്നുള്ള മാനല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അബ്ദുള്ള അബ്ദുള്ള എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ അടിമ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കാന്ന് മുറക്കബി കൊടുത്ത ഇതല്ല. അബ്ദുള്ള എന്നുള്ളതിനെ ഒരു മുഷഖസായിട്ടാണ് അതിനെ എത്തിബാർ ചെയ്യപ്പെടുന്നത്. അവൻ മുഷഖസായി എത്തിബാർ ചെയ്യപ്പെടുമ്പോൾ ജുസ് ഉണ്ടാവില്ല. ഫൈനലുഹു, കാരണം തീർച്ചയായും ഈ അബ്ദുള്ളക്കുണ്ട് ജുസ് ഉണ്ട്. ഏതാ ജുസ്? കഅബദീൻ, അബ്ദു പോലെ. എങ്ങനെ ജുസ് ആണ്? അതായത് ദാലൻ ജുസ്അൻ, ജുസ് ഉണ്ട്. അബ്ദി അബ്ദു പോലെ. എങ്ങനത്തെ ജുസ് ആണ്? ദാലൻ അറിയിക്കുന്നതായ.
അല്ല മാനൻ മാനാന്റെ മേൽ. ആ മാന ഏതാണ്? ഉബൂദിയ്യത്താണ്. പക്ഷേ ലക്കിന്നഹു ലൈസ ജുസ്അൽ മാനൽ മഖ്സൂദ്, മഖ്സൂദായ മാനാന്റെ ജുസ് അല്ല. ഇവിടെ ഏതാ മഖ്സൂദായ മാന? അതായത് മുഷഖസായ ദാത്ത്. ഇപ്പൊ ഇൻസാൻ എന്ന് പറഞ്ഞാൽ അതൊരു മുഷഖസായ ഇസ്മാനല്ല, അലമാനല്ല. അതേപോലെ വമ, അപ്പൊ ഇത് പേര് പെടുത്തൂല, മുറക്കബില് പെടൂല. വമ ഒരു ലഫ് യക്കൂന് ലഹു, ആ ലഫിന് ഉണ്ടാവും ജുസുൻ, ജുസ് ഉണ്ടാവും. ദാലുൻ അറിയിക്കുന്ന ജുസ് ഉണ്ടാവും. അല്ല ജുസീൻ മാന മഖ്സൂദ്, മഖ്സൂദായ മാനാന്റെ ജുസീന്റെ മേൽ അറിയിക്കുന്ന ജുസ് ഉണ്ടാവും. പക്ഷെ വലാക്കില്ലായക്കൂന് ദലാലത്തുഹു മഖ്സൂദത്ത്, ദലാലത്ത് എന്താവൂല? മഖ്സൂദാവൂല. അപ്പൊ ഏതുപോലെ? അല്ല അയവാനിന്റെ അത്തിക്ക് അയവാനാത്തിക്ക് പറഞ്ഞു. അയവാനാത്തിക്ക് എന്ന് പറഞ്ഞു. എങ്ങനെ? ഇതാ സുമ്മിയ ബി, അതുകൊണ്ട് പേര് വെക്കപ്പെട്ടു. ഷഖ്സ് ഇൻസാനിയ, ഒരു മനുഷ്യനിക്ക് അങ്ങനെ അയവാനാത്തിക്ക് എന്ന് പേര് വെച്ചു. അയവാനാത്തിക്ക് എന്ന് പേര് വെച്ചു. അവന്റെ ലഫ്ലുണ്ട്, ലഫ്ലിക്ക് ജുസും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അറിയിക്കൽ എന്തില്ല എന്ന് മാത്രം മഖ്സൂദില്ല. അതിന്റെ പൈന്റെ മായനാവും. ഈ അയവാനാത്തിക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ മായന ഈ നെയ്തി, ഈ സന്ദർഭത്തില് ഈ അയവാനാത്തിക്ക് കൊണ്ട് ഒരു മുസഖസായ വ്യക്തിക്ക് എന്ത് ചെയ്ത് പേര് വെക്കപ്പെട്ടു. അപ്പൊ ആ സന്ദർഭത്തിൽ അതിന്റെ മായന ഏതായിരിക്കും? അൽ മാഹിയത്തുൽ ഇൻസാനിയ, ഇൻസാനിയായ മാഹിയത്താവും. ഇൻസാനിയായ മാഹിയത്ത് ഏതോടുകൂടെ? മാ തശഹുസി, തശഹുസോടുകൂടെയും. മാഹിയത്തിൽ ഇൻസാനിയ അല്ല, ആ തശഹുസോടുകൂടി വേറെ വിഷയം പറയാം. മാ തശഹുസി, തശഹുസോടുകൂടിയുള്ളതായ ഇൻസാനിയായ മാഹിയത്ത്, അതാണ് ഇവിടെ അയവാനാത്തി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എങ്കിൽ മാഹിയത്തുൽ ഇൻസാനിയ, ഇൻസാനിയായ മാഹിയത്ത് എന്ന് പറഞ്ഞാൽ അത് മജ്മൂ മഫ്ഹൂമയിൽ അയവാനി വന്നാത്തി. അതെ, അയവാനാത്തിക്കിന്റെ രണ്ട് മഫ്ഹൂമിന്റെ മജ്മൂ ആണ് സത്യത്തില് ഇൻസാനിയായ മാഹിയത്തല്ലേ. കാരണം അൽ ഇൻസാനു അയവാനാത്തിക്ക് എന്നല്ല പറയുന്നത്. അപ്പൊ അയവാനാത്തിക്ക് എന്ന് പറയുന്നത് അത് എന്താണ്? അതിന്റെ രണ്ട് മഫ്ഹൂമിന്റെ മജ്മൂ ആണ് സത്യത്തിലേത്? ഇൻസാനിയായ മാഹിയത്ത്. കാരണം ഒരു ഇൻസാനാവണമെങ്കിൽ ഹയവാനിയത്തും വേണം, നാത്തിക്കീയത്തും വേണം. അതാണ്. അപ്പൊ അതുകൊണ്ട് പല ഹയവാനും, ഈ ഹയവാനി എന്ന് പറഞ്ഞത് മസലൻ അല്ല, ഹയവാനി ഒരു ഉദാഹരണം പറഞ്ഞതാണെന്ന് മാത്രം. അപ്പൊ ഈ ഹയവാനി എന്ന് പറയുന്നത് അല്ലരി, അതൊന്നാണ്. അത് ജുസുഉൽ ലഫ്ലി, അത് ലഫ്ലിന്റെ ജുസാണ്. അതോടുകൂടി ദാലുൻ, അത് അറിയിക്കും. അലാ ജുസിഇൽ മാനൽ മഖ്സൂദി, മഖ്സൂദായ മാനാന്റെ ജുസിന്റെ മേലും ചെയ്യും അറിയിക്കും. അല്ലരി എന്നെ മഖ്സൂദായ മാനയാണ്. തശഖുസുൽ ഇൻസാനി, അത് ഇൻസാനിയായ തശഖുസാണ്. എന്താ കാരണം? ഈ അന്നഹു, കാരണം തീർച്ചയായിട്ടും ഈ ഹയവാനി എന്ന് പറയുന്നത് ദാലുൻ, അത് അറിയിക്കും. അലാ മഫ്ഹൂമിൽ ഹയവാനി, ഹയവാന്റെ മഫ്ഹൂമിന്റെ മേൽ അറിയിക്കും. ഇത് ഹയവാനി എന്നുള്ളത് പരിപാടി പല ഹയവാനും. അപ്പൊ ഈ ഹയവാനി എന്ന് പറയുന്നത് മസലൻ ഒരു ഉദാഹരണം പറയാം. അല്ലതി എങ്ങനത്തെ ഹയവാന്? ജുസുൽ ലഫ്ലി, അത് ലഫ്ലിന്റെ ജുസാണ്. ഇത് ഹയവാനാത്തിക്ക്. അപ്പൊ ഈ ഹയവാനാത്തിക്ക് എന്നുള്ളതിന്റെ ജുസാണല്ലോ ഹയവാന്. ആ ഹയവാന് ദാലും അറിയിക്കുന്നുണ്ട്. അലാ ജുസിഇൽ മാനൽ മഖ്സൂദി, ഒരു മഖ്സൂദായ മാനാന്റെ ജുസിന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. അത് ഏതാണ്? തശഖുസുൽ ഇൻസാനിയ, ഇൻസാനിയായ തശഖുസാണ്. ഇൻസാനിയ തശഖുസ്. കാരണം ഇൻസാനിയ തശഖുസ് ഉണ്ടാവണമെങ്കിൽ ഹയവാനിയത്തും വേണം, നാത്തിക്കീയത്തും ഒക്കെ വേണം. കാരണം അന്യവും. കാരണം ഈ ഹയവാൻ എന്ന് പറഞ്ഞാല് ദാലുൻ, അത് അറിയിക്കും. അല്ല മഫ്ഹൂമിൽ ഹയവാനി, ഹയവാന്റെ മഫ്ഹൂമിന്റെ മേൽ അറിയിക്കും. അപ്പൊ മഫ്ഹൂമുൽ ഹയവാനി, സത്യത്തിന് ഹയവാന്റെ മഫ്ഹൂമ് എന്ന് പറയുന്നത് ജുസുഉൽ മാഹിയത്തിൽ ഇൻസാനിയ, അത് ഇൻസാനിയായ മാഹിയത്തിൽ ജുസാണല്ലോ.
എങ്കിൽ വഹിയ ഈ ഇൻസാനിയായ മാഹിയത്ത് എന്നുള്ളതോ ജുസുവിന്റെ ജുസാണ്. ഏതിനിക്കുള്ള ജുസാണ്? ഈ മായന ലഫ്സ് മക്സൂദി, മക്സൂദായ ലഫ്സിന്റെ മായനാക്കുള്ളതായ ജുസാണ്. പക്ഷെ ലാക്കിനെങ്കിലും ദലാലത്ത് ഹയവാനി, ഈ ഹയവാന് അറിയിക്കുക എന്ന് പറഞ്ഞത് അല്ല മഫ്ഹൂം, അതിന്റെ മഫ്ഹൂമിന്റെ മേൽ അറിയിക്കല് ലൈസത്തിൽ മക്സൂദത്തിൻ, അത് മക്സൂദല്ല. എവിടെ? അലമാകുമ്പോ, അലമാകുന്ന സന്ദർഭത്തിൽ അയവാനി എന്നുള്ളത് ഒരിക്കലും ഏതിന്റെ മേൽ അറിയിക്കൂല, പിന്നെ മഫ്ഹൂമിന്റെ മേൽ അറിയിക്കൂല. അയവാന്റെ പിന്നെ മഫ്ഹൂം ഏതാണ്? ജിസ്മുന്നാമി ഹസ്സാസാണ്. അപ്പൊ ജിസ്മുന്നാമി ഹസ്സാസാണ് എന്നുള്ളതിന്റെ മേലില് അലമീയത്താവുമ്പോ അത് ഒരിക്കലും അറിയിക്കില്ല. അയവാനിപ്പോ ആൾ അലമായിട്ട് വെച്ചു നോക്കുക. പിന്നെ വല്ലെങ്കിലും ജയ്സൽ മക്സൂദ് മിനൽ ഹയവാനി, ഹയവാനാത്തിക്ക് നിന്നുള്ള മക്സൂദ് അല്ല, ഇല്ലാത്തൽ അതല്ല, അത് മാത്രമാണ് അവിടെ ഉദ്ദേശം. ഹയവാനാത്തിക്ക് എന്ന് പറഞ്ഞ ഈ ഹയവാനാത്തിക്കല്ല. ഹയവാനാത്തിക്ക് ഒരു വ്യക്തിക്ക് പേര് വെച്ച മുഷഖസായ അലമായ ഇത്തിബാർ ചെയ്യപ്പെടുന്ന. അപ്പൊ ഈ ഹയവാനാത്തിക്ക് എന്ന് പറഞ്ഞതിനുള്ള ഉദ്ദേശം അല്ല മുഷഖസായ ദാത്തല്ലാതല്ല. അല്ലെങ്കിൽ വഴിയില്ല, ഇനി അങ്ങനെയല്ല. എങ്ങനെയല്ല? അതോടുകൂടി ഇപ്പൊ മുറക്കബിന്റെ ചർച്ച അവിടെ കഴിയാണ്. ഇതോടുകൂടെ മുറക്കബിന്റെ ചർച്ച അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണ എന്താണ്? വൈലം യുസ്തദിൽ ജുസി പിന്നു, നഫ്ലിന്റെ ജുസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടില്ല. അദ്ദലാലത്തു അലാ ജുസി മാന, മാനാന്റെ ജുസിന്റെ മേൽ അറിയിക്കൽ എന്ത് ചെയ്തില്ല? ഉദ്ദേശിക്കപ്പെട്ടില്ല. അപ്പോൾ പോവൽ മുഫ്രദ്, അപ്പൊ ഇത് മുഫ്രദ് എന്ന് എന്ത് ചെയ്യും? പറയപ്പെടും. സവാഉ ലം യകുൻ ലഹു ജുസുൻ, അതിന് ജുസ് ഉണ്ടാവട്ടെ, മനസ്സിലായില്ലേ? ഔ കാന ലഹു ജുസുൻ, അത് ഉണ്ടാവാതിരിക്കട്ടെ, എന്റെ ജുസ് ഉണ്ടാവട്ടെ. അതോടുകൂടി ജുസ് എന്നിട്ട് തന്നെ വലം യതില്ല, അറിയിക്കാതിരിക്കട്ടെ, അലാമാനം മാനാന്റെ മേൽ. അല്ലെങ്കിൽ ഔ കാന ലഹു ജുസുൻ, ജുസ് ഉണ്ട്, എന്തിന്റെ മേൽ അറിയിക്കാൻ ജുസ്? അലാമാനൻ മാനാന്റെ മേൽ. പക്ഷെ വലായക്കൂന്ന് കാലിക്കൽ മാന, ആ മാന ആകൂല. എന്താകൂല? ജുസ്സൽ മാനൽ മക്സൂദി പിന്നെ ലഫ്ലി, ഉദ്ദേശിക്കപ്പെടുന്ന മാനാന്റെ മക്സൂദാവൂല. ഏതൊക്കെ അബ്ദുല്ലാന്ന് അറിയുമ്പോലെ, അബ്ദുല്ലാന്ന് എന്ന യഥാർത്ഥത്തിൽ മുറക്കബായി ഇത്തിബാർ ചെയ്ത് അള്ളാഹ് അടിമാന്നറിയാം. അത് മുഷഖസായിട്ട് കഴിഞ്ഞാൽ അള്ളാഹിനെ അബ്ദുല്ലായി ഇത്തിബാർ ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്കാണ് ലോഹോ, എനിക്ക് ആ ലഫ്ലിനൊക്കെ ഉണ്ട്, ജുസ് ഉണ്ട്. എങ്ങനത്തെ ജുസാണ്? ദാരിദ്ര്യം അറിയിക്കുന്ന അല്ല ജുസിൻ മാന മക്സൂദി, മക്സൂദായ മാനാൻ ജുസിൻ അറിയിക്കുന്ന. പക്ഷെ വലാക്കിനെങ്കിലും ലമ്യക്കുന്ന അലാലത്തു, അത് ആവൂല, മക്സൂദത്തിന് ഉദ്ദേശിക്കപ്പെട്ടതാവൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദുൽ മുഫ്രദി, മുഫ്രദിന്റെ ഹദ് തഅരീഫ് യതനാവലു, അത് ഉൾപ്പെടുത്തും. അൽ അൽഫാദ് അൽ അർബഅത, ഈ പറയപ്പെട്ട 4 ലഫ്ദുകൾ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. 4 ലഫ്ദുകൾ ഏതൊക്കെ? 4 പറഞ്ഞ പേര് മനസ്സിലായില്ല. 4 പറഞ്ഞ ഏതാണ്? ഒന്ന്, തീരെ ജുസ് ഇല്ല. രണ്ടാമത്തത് ജുസ് ഉണ്ട്, പക്ഷെ അത് മാനാന്റെ മേലെ അറിയിക്കുന്നില്ല. എങ്കിൽ ജുസ് ഉണ്ട്, മാനാന്റെ മേലെ അറിയിക്കും, പക്ഷെ ആ മാന എന്തല്ല? മക്സൂദല്ല. 3. ഇനി 4-മത്തത് ജുസ് ഉണ്ട്, മക്സൂദായ മാനാന്റെ മേലെ ജുസ് ഉണ്ട്, പക്ഷെ അത് അറിയിക്കുക എന്നുള്ള എന്തല്ല? മക്സൂദല്ല. ഇതാണ് ഇത് 4. പറഞ്ഞ മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് തന്നെ മുഫ്രദിന്റെ തഅരീഫ് യതനാവലുൽ അൽഫാദ് അൽ അർബഅത, 4 ലഫ്ദുകൾ അതെന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. ബസ്. വല്ലാഹു അഅലമു ബിസ്സവാബ്.